മാധ്യമ സൃഷ്ടിയാണ് പിണറായിയെ പറ്റിയുള്ള പൊതുബോധ നിർമ്മിതിക്ക് കാരണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന ഒരു ചിത്രം പൊതുവിൽ മാധ്യമങ്ങളിലൊന്നും കാണപ്പെടാറില്ല. ഇത്തരത്തിലൊരു ചിത്രം ബോധപൂർവം നൽകുന്നില്ല, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നു, അതിനായി വലതുപക്ഷ അനുകൂല മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നൊക്കെ ഒരു വിമർശനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം കഠിനഹൃദയനും ധാർഷ്ട്യ നിർഗതമായ ഒരു പിണറായി വിജയന്റെ ഒരു ഇമേജിനെ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുള്ള ഒരു വിമർശനവും നിലനിൽക്കുന്നുണ്ട്. അത്തരം വിമർശനങ്ങളെ മറികടക്കുന്നതിന് ഈ അഭിമുഖം തീർച്ചയായും സഹായിക്കും എന്നതാണ് ഈ ടീസറിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത്. ചോദ്യങ്ങളോടൊക്കെ സരളമായി പ്രതികരിക്കുന്ന, ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയൊക്കെ ഈ അഭിമുഖം കാട്ടിത്തരുന്നുമുണ്ട്. തുടർച്ചയായി അധികാരം ദുഷിപ്പിക്കും, അതിനാൽ മൂന്നാം വട്ടം ഇടത് സർക്കാർ വരരുത് എന്ന് ഇടത് ബുദ്ധിജീവികൾ പോലും പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും കൂട്ടത്തിൽ അവരെ ബംഗാളിന്റെ അവസ്ഥയൊക്കെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ഇത്തരത്തിൽ പങ്കുവയ്ക്കപ്പെടുന്ന ആശങ്കകളെ, ഭീതികളെയൊക്കെ ഒന്ന് മയപ്പെടുത്താനും ഈ അഭിമുഖം കൊണ്ട് ലക്ഷ്യം വെക്കുന്നുണ്ടാവാം. അധികാരത്തിന്റെ ദൈർഘ്യം, ധാർഷ്ട്യത്തെ, താൻപോരിമയൊക്കെ കൊണ്ടുവരുമെന്ന ധാരണ പൊതുജനങ്ങളിലേക്ക് പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പകർന്നു നൽകിയിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. അതിനാൽ അതല്ല വാസ്തവം എന്ന സൂചനകളൊക്കെ ഈ അഭിമുഖത്തിലൂടെ എത്തിക്കാനായി ഇതിന്റെ പിന്നിൽ പ്രവർത്തകർ ശ്രമിക്കുന്നുമുണ്ട്.